വിഷയത്തിൽ തന്നെയാണ് നടൻ സിജു വിൽസൺ ഇന്ന് 24 പ്രതികരിച്ചത്. സിനിമാ കരിയറും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം എന്തെല്ലാം നടന്നു എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് സർക്കാരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതായിരിക്കും വോട്ടായി മാറുകയെന്നും സിജു വിൽസൺ പറഞ്ഞു. അദ്ദേഹം ഇന്ന് രാജീവിന്റെയൊക്കെ തന്നെ പ്രചാരണത്തിനൊപ്പമായിരുന്നു നടന്നത്. ആ ഘട്ടത്തിലാണ് അപ്പോഴും ഈ പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹത്തിന് മറിച്ചൊരു നിലപാടില്ല എന്നുള്ളതാണ്. പ്രേമം സിനിമയിലെ നടനായിട്ടുള്ള സിജു വിൽസൺ കൂടിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. അപ്പോൾ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ഒരാളാണോ നിരന്തരമായിട്ട്? ഇപ്പോൾ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, ഇവിടുത്തെ കോളേജിലല്ല പഠിച്ചത്, ഞാൻ ബാംഗ്ലൂരൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അറിവ് വളരെ കുറവായിരുന്നു. അപ്പോൾ അത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനൊക്കെ കാണുന്നത്? ഇപ്പം എല്ലാം ഫോളോ ചെയ്ത് വരുമ്പോൾ ജനങ്ങൾ ഈ പറയുന്നുള്ള എന്തായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം നടന്നതെന്നുള്ളതൊന്ന് റിക്കളക്ട് ചെയ്യുമല്ലോ. അതിനനുസരിച്ചിട്ടായിരിക്കും ഈ പറയുന്ന പോലെ വോട്ടും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മത്സരിക്കുന്നുണ്ടോ പരിചയമുള്ള? അങ്ങനെ നമ്മുടെ ഇവിടെ ഇപ്പോൾ രാജീവേട്ടനും ഇവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അറിയാവുന്നവരുണ്ട്. ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമാ മേഖലയിൽ നിന്നും പൊളിറ്റിക്സിലേക്ക് വരുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? അവരുടെ ഒരു പ്രവർത്തനത്തെ ഒക്കെ വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് കാണുന്നത്? ഏത് മേഖലയിൽ നിന്ന് വന്നു കഴിഞ്ഞാലും അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും റിസൾട്ട് ഉണ്ടാവുക. കോമഡി താരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഉള്ളൊരു ഇതൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വിവാദത്തിലേക്ക് പോകേണ്ടതുണ്ടോ? സിനിമയിലെ അഭിനയവും അല്ലെങ്കിൽ അതിൽ കോമഡി പറയുന്ന സംഭവങ്ങളൊക്കെ വേറെ, അത് അവരുടെ ജോലിയായിട്ടുള്ളതാണ്. ഇതിൽ വേറെ രീതിയായിരിക്കും. അതന്നെ കൂട്ടി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രേമം പാലത്തിൽ ഇവിടെയും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലേ? മറ്റേ നമ്മുടെ സബർജില്ലി തോട്ടവും എല്ലാം പിറന്നത് ഈ പാലത്തിലാണല്ലോ. ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഷൂട്ടിങ്ങിൻ്റെ ഒരു മെജോറിറ്റി സംഭവങ്ങൾ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.